കൊണ്ടോട്ടി പുളിക്കലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസിന് മുന്നിൽ വടിവാൾ വീശിയ സംഭവത്തിൽ ഓട്ടോ ഡ്രൈവർ പിടിയിലായി. പുളിക്കൽ വലിയപറമ്പ് സ്വദേശിയായ 27-കാരൻ മലയിൽ ഷംസുദ്ദീനെയാണ് കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിലായിരുന്ന ഇയാളെ പുളിക്കൽ സിയാങ്കണ്ടത്തെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടിയത്. ഓട്ടോയും വടിവാളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഓട്ടോയിൽ ഷംസുദ്ദീനൊപ്പമുണ്ടായിരുന്ന ബന്ധുവും യാത്രക്കാരനുമായ പുളിക്കൽ തയ്യിൽ ഹൌസിൽ ജാസിറും പിടിയിലായതായാണ് സൂചന. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 5ഓടെയായിരുന്നു സംഭവം. പുളിക്കൽ മുതൽ കൊളത്തൂർ വിമാനത്താവള ജംഗ്ഷൻ വരെയാണ് യുവാവ് വടിവാൾ വീശി ബസിന് മുൻപിലൂടെ ഓട്ടോ ഓടിച്ചത്. കോഴിക്കോട് നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് പുളിക്കലിൽ യാത്രക്കാരെ ഇറക്കാനായി നിർത്തിയപ്പോൾ പിറകിലെത്തിയ ഓട്ടോറിക്ഷ തുടരെ ഹോൺ മുഴക്കിയിരുന്നു. യാത്രക്കാരെ സ്റ്റോപ്പിലിറക്കി മുന്നോട്ടെടുത്തപ്പോൾ പിന്തുടർന്ന ഓട്ടോ കൊട്ടപ്പുറത്തിനടുത്ത് വെച്ച് ബസിനെ മറികടക്കുകയും മാർഗതടസ്സമുണ്ടാക്കുന്ന വിധത്തിൽ വാഹനം ഓടിക്കുകയായിരുന്നുവെന്നാണ് ബസ് ജീവനക്കാർ പരാതി നൽകിയത്. തൊട്ടടുത്ത സ്റ്റോപ്പായ തലേക്കരയെത്തുന്നതിന് മുൻപായാണ് ഓട്ടോയിൽ നിന്ന് വടിവാൾ പുറത്തേക്ക് വീശി ഭീഷണിയുണ്ടായത്. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിലെ പോലീസ് എയ്ഡ് പോസ്റ്റിൽ പരാതി നൽകിയ ശേഷം ബസ് സർവീസ് തുടർന്നു. പിന്നീട് ബസ് ജീവനക്കാരെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി പുറത്തിറങ്ങിയ ആളാണ് ഷംസുദ്ദീൻ എന്ന് കൊണ്ടോട്ടി പോലീസ് അറിയിച്ചു. പൊതുസ്ഥലത്ത് ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതിനും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനും മാർഗതടസ്സമുണ്ടാക്കിയതിനുമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. സംഭവത്തിൽ മലപ്പുറം RTOയുടെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഷംസുദ്ദീന്റെ മാതാവ് നഫീസയുടെ പേരിലാണെന്നും ടാക്സി, ഇൻഷുറൻസ് തുടങ്ങിയ രേഖകളൊന്നുമില്ലെന്നും കൊണ്ടോട്ടി സബ് RTOയുടെ നേതൃത്വത്തിലുള്ള സംഘവും മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.